ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ പിസ്സ ബോൾസ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഗ്യാസിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് ഇളം ചൂടുവെള്ളം എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1.5 ടീസ്പൂൺ പഞ്ചസാര. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മൈദ ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ 1 ടീസ്പൂൺ കൂടിയും ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പൊങ്ങി വരുന്നത് വരെ ഇവിടെ അടച്ചു വെക്കാം. 3 മണിക്കൂർ അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോ നമ്മൾ കുഴച്ചു വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കൈകൊണ്ട് വട്ടത്തിൽ പരത്തി കൊടുക്കാം. ഇതിലേക്ക് പിസ്സ സോസ്, ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി വെച്ചു കൊടുക്കാം. പിന്നെ ചീസ് വെച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലത്തെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസൊക്കെ എടുക്കാം. ചീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കണം. ഇതിന്റെ മുകളിൽ സവാള കട്ട് ചെയ്തത് വെച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കൻ, കാപ്സിക്കോ, പൊട്ടാറ്റോ ഫ്രൈ ചെയ്തത് എന്ത് വേണമെങ്കിലും വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഒരു പീസ് കൂടി വെച്ചു കൊടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നന്നായി ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ വെച്ചു കൊടുക്കാം. 4 ബോൾസ് ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബട്ടർ എടുക്കണം. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറേശ്ശെ എടുത്ത് ഇതിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. വളരെ ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോ നമ്മുടെ പിസ്സ ബോൾസ് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ വേണ്ടൂ. പിന്നെ ഒറിഗാനോ, ചീസ് അതൊക്കെ വാങ്ങേണ്ടതുള്ളൂ. പിന്നെ പിസ്സ സോസ് ഉണ്ടാക്കുന്നതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.